ഹലോ നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഏഞ്ചൽസ് കറി വേർഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ഹെൽത്ത് ടോക്കാണ്. ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ ഒത്തിരി പേരനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ബ്രഷ് ചെയ്യുന്ന സമയത്ത് പല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഒരു നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുക എന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രഷ് ഹാർഡായതുകൊണ്ടാവാം ബ്ലീഡിങ് ഉണ്ടാവുന്നത്. അത് എല്ലാ ദിവസവും കാണണമെന്നില്ല. പക്ഷെ നമ്മൾ സോഫ്റ്റ് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്ന സമയത്തും നന്നായി ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഒരു ഇൻഡിക്കേഷനാണ്. എന്തിൻ്റെ? മോണരോഗത്തിൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പോൾ നമ്മളത് ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിൽ നമുക്ക് പല്ല് ഒരു 19 വയസ്സാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പല്ലുകളൊക്കെ എടുത്ത് കളയേണ്ട ഒരു അവസ്ഥ വരെ എത്തും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് മോണരോഗത്തിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ എടുക്കേണ്ടതെന്നും പിന്നെ മോണരോഗം വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് തൊട്ട് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടണിൽ അമർത്തി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടി വരും, അതിലും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇനിയും ഇടുന്ന വീഡിയോസൊക്കെ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് മോണരോഗത്തിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. മോണരോഗം നമുക്ക് വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പല്ലുകൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നില്ല എന്ന് തന്നെയാണ്. നമ്മുടെ പല്ലുകൾ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാതെ വരുമ്പോഴാണ് മോണരോഗം നമുക്ക് വരാൻ ഇടയാകുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം ഉറങ്ങാൻ കിടക്കുമ്പം ബ്രഷ് ചെയ്തിട്ടേ കിടക്കാൻ പാടുള്ളൂ. ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ കഴിച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ പല്ലിൻ്റെ ഇടയിലും പല്ലിൻ്റെ ഉൾഭാഗത്തൊക്കെ ഇരുന്നിട്ട് അവിടെ ചെറിയൊരു ലെയർ പോലെ രൂപപ്പെടും. പിന്നെ അത് ക്രമേണ അതിൻ്റെ കട്ടി കൂടി ക്രമേണ അത് നമുക്ക് മോണരോഗത്തിലേക്ക് നമ്മളെ നയിക്കും. ഇതാണ് മോണരോഗത്തിൻ്റെ പ്രധാന കാരണം. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ സിംറ്റംസ്, അതായത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പറയുന്നത് ഒരു വ്യക്തിക്ക് മോണരോഗം തുടങ്ങുമ്പോൾ കാണിക്കുന്ന ആദ്യത്തെ ലക്ഷണം ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കട്ടിയുള്ള ആഹാര വസ്തുക്കൾ കഴിക്കുമ്പോഴോ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവുക എന്നതാണ് ആദ്യത്തെ ലക്ഷണം. പിന്നീടത് നമ്മൾ വേണ്ട രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കില്ല, കാരണം വേദന ഉണ്ടാവില്ല. അപ്പം നമ്മൾ വിചാരിക്കും പോട്ടെ, സാരില്ല എന്നൊക്കെ, കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ച് തള്ളിക്കളയും. പക്ഷേ പിന്നീടത് ക്രമേണ കുറേ നാൾ കഴിയുമ്പോൾ എന്താവും, നമ്മുടെ മോണയിൽ ചെറുതായിട്ട് റെഡ് കളറിൽ തടിച്ച് വീർക്കാൻ തുടങ്ങും. ഒപ്പം തന്നെ നമുക്ക് നേരിയ തോതിൽ വേദനയും അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പം നമ്മൾ ചിലപ്പോൾ 2 ദിവസം ഉപ്പുവെള്ളമൊക്കെ കവിൾക്കൊണ്ട് കഴിയുമ്പോൾ അത് മാറും. പിന്നെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും അങ്ങനെ തന്നെ വരും. അപ്പോൾ ആ സമയത്തും നമ്മൾ ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നാളുകൾ കഴിയുന്തോറും നമ്മുടെ പല്ലുകളെയും മോണകളെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ലിഗമെൻസിൻ്റെ പെരിയോഡോണ്ടൽ ലിഗമെൻസ്, ആ ലിഗമെൻസിനെ ബാധിച്ച് പല്ലുകൾ ഇളകാൻ തുടങ്ങും. അപ്പോൾ ആ അവസ്ഥയെ മെഡിക്കൽ ടേംസിൽ പറയുന്ന പേര് പെരിയോഡോണ്ടൈറ്റിസ് എന്നാണ്. ചില സമയത്ത് സർജറി കൊണ്ട് നേരെയാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പല്ല് എടുത്ത് കളയേണ്ട ഒരവസ്ഥയിലേക്ക് തന്നെ എത്തും. ഞാനീ പറഞ്ഞ അവസ്ഥയിലേക്ക് ഒന്നും എത്താതിരിക്കാൻ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ തുടർച്ചയായി ബ്ലീഡിങ് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീടിനടുത്തോ അല്ലെങ്കിൽ അറിയാവുന്നതോ ആയ ഒരു നല്ല ഡെൻറ്റിസ്റ്റിനെ പോയി കാണാം. അപ്പോൾ ആരംഭഘട്ടമാണെങ്കിൽ ഒരു നോർമൽ ക്ലീനിങ് കൊണ്ട് തന്നെ നിങ്ങളുടെ മോണരോഗം മാറിക്കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരും. കാരണം നമുക്ക് ഫസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു സിറ്റിങ്ങിലൂടെ ക്ലീനിങ് അവസാനിപ്പിക്കാൻ പറ്റില്ല. വീണ്ടും ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരും. പിന്നെ ആ സമയത്ത് ബ്രഷ് ചെയ്യുമ്പോൾ ഹാർഡ് ബ്രഷ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യാതെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചിട്ട് ശരിയായ രീതിയിൽ ബ്രഷ് ചെയ്യുക. നമ്മളെപ്പോഴും ബ്രഷ് ചെയ്യുമ്പോൾ ഈ ബ്രഷ് ഇങ്ങനെ പിടിച്ച് ഈ രീതിയിൽ ബ്രഷ് ചെയ്യാതിരിക്കുക. എപ്പോഴും ബ്രഷ് കൊണ്ട് ഇങ്ങനെ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് കറക്റ്റായിട്ടുള്ള നമ്മുടെ ബ്രഷിങ് രീതി. എന്നാലാണ് നമ്മുടെ പല്ലിൻ്റെ വിടവിലൊക്കെയുള്ള അണുക്കളൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച വേസ്റ്റ് പ്രൊഡക്റ്റൊക്കെ പുറത്തേക്ക് പോകത്തുള്ളൂ. പിന്നെ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നേരിയ ചൂടിൽ ഉപ്പുവെള്ളം കവിൾക്കൊള്ളുന്നതും നല്ലതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം ഡെൻറ്റിസ്റ്റ് തരുന്ന മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതും
നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പിന്നെ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ മിനിമം വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഡെൻ്റൽ ചെക്കപ്പ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും ഇങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലീഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല ഡെൻറ്റിസ്റ്റിനെ പോയി കാണുക. അല്ലെങ്കിൽ പിന്നീട് നമ്മൾ പല്ലൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു 10-50 വയസ്സാകുമ്പോൾ വെപ്പ് പല്ല് വെച്ച് നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.